ആൺകുട്ടികൾക്ക് മാർക്കറ്റിലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആരും തുണി വെച്ചിട്ടൊന്നും പൈസ മേടിക്കാൻ പോയിട്ടാ പ്ലീസ്. പിന്നെ ആൺകുട്ടികൾ എന്ത് ചെയ്താലും കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ കൂടി കാണിക്കരുത്, മുൻതൂക്കൊന്നും കാണിക്കില്ലേ. അപ്പോൾ ഇന്നും അവരോടൊന്നും തോന്നരുത്, ഇന്നും നമ്മൾ രാഷ്ട്രീയ ഊക്കായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാ നാം തുടങ്ങട്ടെ. മുരുക നീർനിലങ്ങളിൽ അടിമയാരുടമയായി കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും. ഈ ഒരു വരി വേടൻ എഴുതിയത് എന്താണ് എന്തിനാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാട് കട്ടവനും നാട് കട്ടവനും വീട് കട്ടവനും സ്വർണ്ണം കട്ടവനും സ്വർണ്ണം ചെമ്പാക്കി ഉരുക്കി വെറ്റവനും തിന്നവനും നക്കിയവനൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഗതികേടിനോട്ടാണ് പുള്ളിക്കാരൻ ഈ പാട്ട് പാടിയിട്ടുള്ളത്. സോ നമുക്കതിലോട്ട് കടക്കാം. ദിസ് ഈസ് ജോനു സോറ, ഐ എം ജിനു, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പാട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ചിരിച്ചു നമ്മൾ. ഇതാണ് ആ പാട്ട്. പക്ഷേ അതിന്റെ വേറൊരു വേർഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ, അത് നിങ്ങൾ കണ്ടായിരുന്ന? വേറൊരു ട്രെൻഡ് ഉണ്ട്, അതിന് കാണിച്ച പ്രശ്നമൊന്നുമല്ല, എന്തെങ്കിലും കണ്ടോക്ക്. ഈ നാടകങ്ങളൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് BJPയുടെ ഓഫീസിൽ നിൽക്കട്ടെ, ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തേ. ആയിക്കോട്ടെ ശരി. നിങ്ങളെല്ലാവരും ഈ വാർത്ത കണ്ടപ്പോൾ കളിയാക്കിയില്ലേ പുള്ളിക്കാരനെ? ഞാനും ഒരുപാട് ചിരിച്ചു. കാരണം എന്താ, ആദ്യമായിട്ട് വല്ലവന്റെ ഗർഭക്കേസിൽ ആദ്യമായിട്ട് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ചെയ്തു പോയ ഒരു വ്യക്തിയായിരിക്കും രാഹുൽ ഈശ്വർ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്തായാലും അറിയിച്ച ശിക്ഷ അനുഭവിക്കണം. നമുക്കറിയാം, ഇപ്പൊ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് പാർട്ടിയിൽ നിന്ന്. എന്താണെങ്കിലും അതൊക്കെ നമുക്ക് വരും വഴിയിൽ തീരുമാനിക്കാം. ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ നിങ്ങൾ എല്ലാവരും രാഹുൽ ഈശ്വരനെ കുറ്റം പറഞ്ഞില്ലേ? എടാ, ആൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളൊരു പഴയ കഥ ഓർമ്മിപ്പിക്കാം. പണ്ട് ലോവേഷൻ എന്ന പരിപാടി ഉണ്ടായിരുന്നു. അതായത് ചന്തിക്ക് താഴെ പാൻ്റ് ഇറക്കിയിട്ട് നടന്നു കഴിഞ്ഞാൽ പോലീസുകാരിന്ന് തല്ലി കിട്ടും. ഒരുപാട് പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? കിട്ടിയവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും. പലർക്കും അത് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നുണ്ടാവും. അതായത് നമ്മൾ ചന്തിക്ക് താഴെ ഇറക്കി പാൻ്റ് ഇട്ട് കഴിഞ്ഞാൽ പോലീസുകാരെ നടപടി ഉറപ്പാണ്. ആ കാലഘട്ടം നമ്മൾ സഞ്ചരിച്ച് നമ്മൾ 2025 എത്തി അല്ലേ? ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് നടക്കുന്നത്? ഏത് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ നടക്കുന്നത്? ഇവിടെ പല സോഷ്യൽ മീഡിയയിലും പല വെബ്സൈറ്റുകളിലും സബ്സ്ക്രിപ്ഷൻ മുതൽ ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീകൾ എന്താണ് ചെയ്ത് കൂട്ടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? അപ്പോൾ ആൺകുട്ടികളൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കേസാവുകയും പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വന്നുള്ളത്. ഇവിടെ ഞാൻ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇരവാദം അല്ലെങ്കിൽ ഇര എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും മാത്രമല്ല. ഇര എന്ന് പറയുന്നതും കന്യകത്വം എന്ന് പറയുന്നതും പ്യൂരിറ്റി എന്ന് പറയുന്നതും ഇല്ലെങ്കിൽ മാനം എന്ന് പറയുന്നതും ഞങ്ങൾ ആൺപിള്ളേർക്കുണ്ട്. ഒരുപാട് സാഹചര്യത്തിൽ ഫേക്ക് കേസിലൂടെ ഒരുപാട് പേര് പ്രതികളാകുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിക്കാം. ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഒരു കൂടുതൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചുകൊണ്ട് ഒരുപാട് ദിവസം ആ കുട്ടിയെ കൊണ്ട് ജയിലിൽ അടച്ചു. പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു പാവം പയ്യൻ 35 ദിവസം ജയിലിനകത്ത് കഴിച്ചുകൂട്ടി. ശേഷം കോടതി തന്നെ പറയാണ് ആ കുട്ടി കുറ്റക്കാരനാണ്. കാരണം DNA ടെസ്റ്റ് എടുത്തു, പരിശോധന ഫലം വന്നു, അയാൾ നിരപരാധിയാണ്. പക്ഷേ ആ കുടുംബത്തിനും ആ കുട്ടിക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും അപമാനം എവിടെ കൊണ്ടുപോയിക്കും? ആ കുട്ടിയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചു, വീഡിയോ പ്രദർശിപ്പിച്ചു. പിന്നീട് ആ കുട്ടിയെ പറ്റി ചോദ്യങ്ങളോ അവർക്ക് എന്ത് സംഭവിച്ചതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതാണ് പറയണത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുന്ന സമയത്താണ് മെൻസ് അസോസിയേഷൻ ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിനോട് തീർച്ചയായിട്ടും എനിക്ക് പല കാര്യങ്ങളോടും എനിക്ക് താല്പര്യം, അവരുടെ അവകാശങ്ങളോടോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ചില സമയത്തൊന്നും എനിക്ക് അങ്ങനെ അനുകൂലിക്കാൻ തോന്നിയില്ല. പക്ഷേ അത് ഭാവിയിലോട്ട് വേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ കണ്ണടച്ചാലും കളിയാക്കണ്ട കേട്ടോ. ഇന്ന് ഒരു ബസ്സിൽ ഒരു ബസ് ഒന്ന് ഉറക്ക ബ്രേക്ക് പിടിച്ചാൽ ഒരു പെൺകുട്ടിയോ സ്ത്രീയുടെ മേത്ത് നമ്മൾ വീണാൽ തീരാവുന്ന അഭിമാനമൊക്കെ ഉള്ളൂ ആൺപിള്ളേർക്ക്. അവർ ചൂണ്ടിക്കാണിച്ചത് പറയുകയാണ് ഇവനെന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ തീരണ അപമാനമൊക്കെ ഉള്ളൂ നമുക്ക് കേട്ടോ. അതുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ കളിയാക്കാൻ നിൽക്കണ്ട. എന്താണെന്ന് നമുക്കറിയാം, ആദ്യത്തെ ഗർഭക്കേസിൽ പോയ ആൾ പുള്ളിക്കാരൻ തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ആൺകുട്ടികൾക്ക് മാർക്കറ്റിലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആരും തുണി വെച്ചിട്ടൊന്നും പൈസ മേടിക്കാൻ പോയിട്ടാ പ്ലീസ്. പിന്നെ ആൺകുട്ടികൾ എന്ത് ചെയ്താലും കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ കൂടി കാണിക്കരുത്, മുൻതൂക്കൊന്നും കാണിക്കില്ലേ. നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കുക, നിങ്ങൾ സ്ത്രീകൾക്ക് ഒരു പുരുഷനെ മാത്രം ഭയന്നാൽ മതി. ഞങ്ങളുടെ അവസ്ഥ ഇപ്പം അങ്ങനെയല്ല. ഞങ്ങൾ ബസ്സിലോ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പല ആൾക്കാരുടെ കയ്യിൽ നിന്നും പല മെൻസിൻ്റെ കയ്യിൽ നിന്നും പല പുരുഷന്മാരുടെ കയ്യിൽ നിന്നും ഞങ്ങൾ പല കാര്യങ്ങളും ഞങ്ങൾ നേരിടുന്നുണ്ട്. ഞങ്ങളിത് ആരുടെ പറയാറില്ല. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പല ആൾക്കാരും ഇത് റിപ്പോർട്ട് ചെയ്യാറ്. ഞാൻ വൈകാരികമായിട്ട് വിഷയത്തിന് തന്നെ മരം തോന്നുന്നു. അപ്പോൾ കേരളത്തിൽ ഇക്കണ്ട പ്രശ്നം കിടക്കുമ്പോൾ പീഡനം എന്താണ്, അല്ലെങ്കിൽ പീഡനത്തിന്റെ അളവ് എന്താണെന്നൊക്കെ ഈ ചേച്ചി പറയും. അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്.
ഇത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അത് പീഡനമൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. മനസ്സിലായില്ല, കേക്കട്ടെ പറഞ്ഞേ. ഇത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും. ഓ അപ്പൊ നമ്മളെ പാർട്ടിക്കാർ ചെയ്യുമ്പോൾ മാത്രം തീവ്രത കുറവ്, മറ്റു പാർട്ടിക്കാർ ചെയ്യുമ്പോൾ തീവ്രത കൂടുതലേ. ഇത് മനസ്സിലായില്ല, അത് മനസ്സിലാവാത്ത ന്യായമാണല്ലോ. ഓ ചേച്ചി പറയണത് അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാർ ചെയ്ത തീവ്രത കുറഞ്ഞതും മറ്റു പാർട്ടിക്കാർ ചെയ്യുന്നത് തീവ്രത കൂടിയതുമാണെന്നാണ്. ഒരു പ്രത്യേക വാദമാണത്. എന്ത് ചെയ്യും ആലോചിച്ചിട്ട് പിടിയും കിട്ടത്തില്ല. എന്താണ് നമുക്ക് ആവശ്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളും നാറും, നാട്ടുകാരും നാറും, പാർട്ടിക്കാരും നാറും, എല്ലാവരും നാറും. 100% ഞാൻ യോജിക്കുന്നു. പിന്നെ ഈ നാറിയ കേസും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും അറിയാം ശബരിമലയുടെ തട്ടിപ്പ് കേസ് ഒഴിക്കാൻ മാത്രം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം അവിടെ ഇപ്പോൾ തപ്പി നോക്കിയാൽ കിട്ടാവുന്ന എന്താണെന്നറിയോ? എന്നാൽ എന്നെ പൊന്നയ്യപ്പ ഇനി നിന്നെ കാത്തോണ്ടാ സംഭവം നമ്മൾ കുറേ കൊല്ലം മലിക്കൊന്നും പിന്നെ അന്നൊക്കെ കണ്ടത് എന്താണാവോ എന്തോ. ഇന്ന് അവിടെ തപ്പിക്കഴിഞ്ഞാൽ ആകെ കിട്ടാൻ പോകുന്നത് ചെമ്പ് മാത്രമാണ്. അയ്യപ്പൻ പോലും ആരുടെ ചരട് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് ഓടി വിളിച്ചെന്ന് പറയണം. എനിക്ക് അറിയില്ലേ എന്താണെങ്കിലും പോണെന്ന് നോക്കിക്കോളാം അയ്യപ്പ സമയം അവിടെ ഉണ്ടോന്ന്. എനിക്കെന്തായാലും ഇപ്പോഴും എപ്പോഴും ഇനി പോകാതിരിക്കുന്ന ഹിന്ദുക്കളായ ജന്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു നക്കാനും പിടിക്കാനും ഇല്ലെങ്കിൽ ഇവരെ മക്കൾക്ക് തിന്നാനും ഇവരെ മക്കൾക്ക് പഠിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ കൊണ്ട് ഇട്ടുകൊടുത്ത് അവരെ ഖജനാവ് നടത്തിയിട്ട് ഒരു കാര്യമില്ല. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം സങ്കല്പമുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ പോലും നിങ്ങൾ സഹായിക്കും. പക്ഷേ നിങ്ങൾ ഇവറ്റങ്ങളെ വലുതാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് പൈസ ഇട്ടുകൊടുക്കുന്ന ഒരു കാര്യമില്ല. വെറുതെ ശരണം പിടിച്ചിട്ട് കാര്യമില്ല. അടുത്ത് നമുക്ക് ശബരിമല അയ്യപ്പനെ കാണാൻ സാധിക്കുമെന്ന് അറിയില്ല. എന്താണെങ്കിലും നിങ്ങൾ പോകുന്നവരൊക്കെ നോക്കുക, ഇനി അതാണോ ഇനി ചെമ്പാണോ അവിടെ ഇരിക്കണേ നോക്കുക. പിന്നെ ഇതിന്റെ ഇടയിൽ പറയാൻ പാടോ എനിക്കറിയില്ല. നമ്മുടെ സ്പീക്കർ പറയുന്നത് കേട്ടു നിയമസഭയിലൊക്കെ നമ്മൾ ഇത്തരം പ്രൊസീജിയേഴ്സ് ആണ് പാലിക്കേണ്ടത്. മുഴുവൻ കുട്ടികളായിരുന്നു അവരെ കണ്ടുപഠിക്കേണ്ട. ഇതാണോ പാർലമെന്ററി പ്രൊസീഡിംഗ്സ്? ചോടാ ഒന്നറിയാത്തിലുള്ള കുഞ്ഞ് ഇതാണോ കുട്ടികളാണ് പഠിക്കേണ്ടത്? നിങ്ങൾ ഇതാണോ ജനാധിപത്യം പഠിക്കേണ്ടത്? നമുക്കറിയാം. ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല. നമ്മ കണ്ടുണ്ട്. അണ്ണാ ഇതൊക്കെയാണ് അണ്ണാ പ്രൊസീജിയേഴ്സ്. നിങ്ങൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ഒരു സംഭവം വർഷങ്ങൾക്ക് മുന്നേ നടന്നാണ്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നിയമസഭ ചവിട്ടിപ്പൊളിച്ച് സാധനക്കെടുത്ത് എറിയാൻ നോക്കിയത്. ഇതിൻ്റെ കേസ് നടക്കുന്ന വർഷങ്ങളായി. ഈ കേസ് നടക്കാനായിട്ട് ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപ മേലെ ചിലവായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലേ. അപ്പോൾ ഈ പൈസ എടുത്ത് കൊടുത്ത് എവിടെ നിന്നറിയോ? നമ്മുടെ ഖജനാവിൽ നിന്ന്. അല്ലാണ്ട് പുള്ളിക്കാരൻ്റെ പോക്കറ്റിന് എടുത്തുണ്ടാക്കിയ പൈസ അല്ല കേട്ടോ. പിന്നെ നമ്മുടെ ആൾക്കാരെ പറ്റിയിട്ടും ഇല്ലെങ്കിൽ ഭരണപക്ഷത്തെ പറ്റിയിട്ടും ആൾക്കാർക്ക് നല്ല മതിപ്പാ. ഇത് വേണം കേട്ടോടാ. അപ്പോ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാബാ ചുന്ദരിയേ മുത്താമുന്ദരിയേ ഈ ചിരിയൊക്കെ അങ്ങ് മായും. കാരണം പ്രാദേശിക തലത്തിൽ നല്ല രീതിക്കുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഗർഭക്കേസും പീഡന കേസൊക്കെ വഴിയേ വരും. നമുക്ക് വഴിയേ കാണാം, വഴിയേ സംസാരിക്കാം. ഇനി ഇതൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ങനെ കിടന്നത് രാഹുൽ മാങ്കൂട്ടിനെ പിടിക്കാൻ പറ്റില്ല, രാഹുൽ മാങ്കൂട്ട് ഒളിവിലാണെന്ന് പറയുന്നത്. എങ്ങനെയാണ് പിടിക്കുക? ഇത് പിടിച്ച സസ്പെൻസ് പോയില്ലേ 9-ാം തീയതി 11-ാം തീയതി വരെ. ഈ ഒരു പരിപാടി ഇങ്ങനെ കൊണ്ടുപോയാലാണ് ചിലർ കൂടെ നേട്ടമുണ്ടാവുള്ളൂ. കാരണം ഈ കഥ ഇങ്ങനെ പറഞ്ഞാലല്ലേ വോട്ടിൻ്റെ സമയത്ത് ചില ആൾക്കാർക്കേലും അടിമകളായ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വിഷയം ഒരിക്കലും അവർ ഈ 9-ാം തീയതിക്കുള്ളിൽ പിടിക്കാൻ പോകുന്നില്ല. കാരണം അത്രയ്ക്ക് മോശമാണ് നമ്മളെ കോഴ്സ്, അല്ലെങ്കിൽ അത്രയ്ക്ക് മോശമാണ് നമ്മുടെ പോലീസ് സർവീസ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. അപ്പോൾ നമുക്ക് വെവോളം കാത്തിരുന്നില്ലേ, ഇനി നമുക്ക് 6ഓളം കാത്തിരിക്കാം. മാൻ സദസ്സിന് വന്ദനം. വീണ്ടും സന്ധിക്കും വരെ നന്ദി, നമസ്കാരം.